ആലപ്പുഴ ജില്ലയിൽ അനധികൃത മണൽ ഖനനം ഏറ്റവും കൂടുതൽ നടപ്പാക്കുന്നത് ചെങ്ങന്നൂർ താലൂക്കിലാണ്. പമ്പയാറ്റിലും പോഷക നദിയായ വരട്ടാറിലും നിന്ന് ആരെയും പേടിക്കാനില്ലാതെ മണൽ മാഫിയ നൂറുകണക്കിന് ലോഡ് മണൽ ദിവസവും കടത്തിക്കൊണ്ടു പോകുന്നു. കരിമണൽ ഖനനവും ഇവിടെ സജീവമാണ്. അതേസമയം പകൽ വെളിച്ചത്തിൽ നടക്കുന്ന ഈ മണൽ കൊള്ളയെക്കുറിച്ച് അറിയില്ലെന്നാണ് റവന്യൂ അധികൃതരുടെ പക്ഷം. പോലീസും ഇത് കണ്ടില്ല എന്ന് നടിക്കുന്നു. അധികാര പരിധിക്കുള്ളിൽ ഈ മണൽ എടുക്കാൻ പെർമിഷൻ കൊടുത്തിട്ടുള്ള കടവുകൾ ഏതൊക്കെയാ? ഒന്നുമില്ല. എവിടെയില്ല. ഒന്നുമില്ല. അപ്പൊ നിലവിൽ എവിടെയെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിയമവിരുദ്ധമാണോ? നിയമവിരുദ്ധമാണ്. മോട്ടോർ ഉപയോഗിച്ച് വൻതോതിൽ ഒരു മണിക്കൂറിൽ 30-40 ലോറി വരെ പോകുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതൊന്നും അത്ര ശരിയാണെന്ന് തോന്നില്ല. MC റോഡിൽ മഴുക്കീർ പാലത്തിന് 100 മീറ്റർ മാത്രം കിഴക്കായി പട്ടാപ്പകൽ നടക്കുന്ന മണൽ കൊള്ള കാണുക. കടവിലേക്കുള്ള വഴിയിൽ മണൽ മാഫിയയുടെ ആളുകൾ കാവൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ അല്പം വളഞ്ഞ വഴിയെ നീങ്ങി. കടവിന്റെ മറുകരയെത്തി മറഞ്ഞിരുന്ന് ചിത്രീകരിച്ച ദൃശ്യങ്ങളാണിത്. പമ്പ് സെറ്റുകളും നിരവധി വള്ളങ്ങളും ഉപയോഗിച്ച് മാഫിയ ഒരു നദിയെ കൂടി കൊല്ലുന്നു. ഇത് വരട്ടാറിന്റെ മറ്റൊരു പ്രദേശം. മണൽ മാഫിയ ഒരു പ്രദേശത്തെ എങ്ങനെ ഭൂപടത്തിൽ നിന്ന് തന്നെ മായ്ച്ചു കളയുന്നു എന്നതിന് ഈ ദൃശ്യങ്ങൾ സാക്ഷ്യം പറയും. മണിക്കൂറിൽ ശരാശരി 30 ലോഡ് മണൽ വരെ കടത്തിക്കൊണ്ടുപോകുന്ന കടവുകളുണ്ട്. ഇവിടെ നിന്ന് മണൽ കയറ്റി വന്ന ഒരു ലോറിയെ ഞങ്ങൾ പിന്തുടർന്നു. പാസോടുകൂടി മണൽ വിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു വിൽപ്പന കേന്ദ്രത്തിലേക്കാണ് ലോറി പോയത്. ഇത്തരത്തിൽ പമ്പയിൽ നിന്നും വരട്ടാറിൽ നിന്നും അനധികൃതമായി മണൽ ശേഖരിച്ച് വിൽക്കുന്ന 30-ലേറെ കേന്ദ്രങ്ങൾ ചെങ്ങന്നൂരും പരിസര പ്രദേശത്തുമുണ്ട്. ഈ പ്രദേശമാകെ മണൽ മാഫിയയുടെ ഏജന്റുമാർ മൊബൈൽ ഫോണുകളും മാരകായുധങ്ങളുമായി കാവൽ നിൽക്കുകയാണ്. വരട്ടാറിൽ നിന്ന് നിരവധി ഹോഴ്സ് പവറുകൾ ശേഷിയുള്ള മോട്ടോർ ഉപയോഗിച്ചാണ് മണൽ ഖനനം നടത്തുന്നത്. ക്യാമറമാൻ രാജേഷ് തകഴിക്കൊപ്പം സുജിചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.